അപ്പോൾ ഇന്നത്തെ നമ്മളെ റെസിപ്പി വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പ്രോൺസ് ഡോണറ്റാണ്. അപ്പോൾ നമുക്ക് അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ചെമ്മീൻ ഡോണറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1/2 ടീസ്പൂൺ സോയ സോസ് എടുത്തിട്ടുണ്ട്. പിന്നെ 200 ഗ്രാം ചെമ്മീൻ, ഒരു കോഴിമുട്ട, പിന്നെ ബ്രെഡ് 3 സ്ലൈസ്, പിന്നെ ഒരു മീഡിയം സൈസ് സവാള വലിയ പീസായി കട്ട് ചെയ്തിട്ടുള്ളതാണ്. നമുക്കത് മിക്സിയിലിട്ട് അരയ്ക്കാനുള്ളതാണല്ലോ. പിന്നെ 2 പച്ചമുളക്, കുറച്ച് മല്ലിയിലയും, കുറച്ച് ഇഞ്ചി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, 1/2 ടീസ്പൂൺ മുളക് പൊടിയും. ഇനി നമുക്ക് കോഴിമുട്ട ഒഴുകി ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ബ്രെഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് കൈകൊണ്ട് പൊട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കോഴിമുട്ട ഒഴുകി ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ട് കൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ബ്രെഡ് ചെറിയ പീസായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം ചെമ്മീനാണ് ഇട്ട് കൊടുക്കുന്നത്. റസിയാസ് കിച്ചൻ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ട് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കൂട്ടാട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഈ ഒരു അളവിലേക്ക് പകുതി കോഴിമുട്ട മതിയായിരുന്നു കേട്ടോ. ഞാനത് ഓർമ്മയില്ലാണ്ട് മുഴുവനും ഒഴിച്ചുപോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് നനവ് കൂടുതലായി. അപ്പോൾ ഞാൻ ഒരു സ്ലൈസ് ബ്രെഡും കൂടി അതിൽ പൊട്ടിച്ച് ഇട്ടിരുന്നു. അപ്പോൾ നമ്മുടെ ഡോണറ്റിനുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാം. നനവ് കൂടുതലായിട്ട് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഫ്രീസറിൽ ഒരു 15 മിനിറ്റ് വെച്ചതിന് ശേഷം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഷേപ്പാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളെ പ്രോൺസ് ഡോണറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മൈദ വെള്ളത്തിൽ കലക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് മൈദ അങ്ങനെ പൊടിയായി തന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കയ്യിൽ ഇത്തിരി ഓയിൽ തടവിയതിന് ശേഷം വേണം കേട്ടോ ഉണ്ടാക്കാൻ. കയ്യിൽ എണ്ണ തടവിയതിന് ശേഷം നമുക്കിങ്ങനെ ബോളാക്കിയിട്ട് വെക്കാം. നമ്മൾക്ക് ഉണ്ടാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം നമുക്കിതുപോലെ ബോളാക്കിയെടുക്കാം. അപ്പോൾ എല്ലാം ഞാൻ ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും കൈയിൻ്റെ ഉള്ളിൽ എണ്ണ പറ്റിയതിന് ശേഷം ഒരു ബോളെടുത്ത് മെല്ലെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം വിരലിൻ്റെ അറ്റം കൊണ്ട് ഉള്ളിലൊന്ന് ഇങ്ങനെ ഒരു കുഴി പോലാക്കി, നമ്മൾ സാധാരണ ഡോണറ്റൊക്കെ ഉണ്ടാക്കുന്ന മാതിരി തന്നെ ഉള്ളിലൊരു ഹോൾ ഉണ്ടാക്കുക. എന്നിട്ട് നമുക്ക് ഒന്ന് ഷേപ്പാക്കി എടുക്കാം. ഇനി അത് ആദ്യം മൈദയിൽ മുക്കിയതിന് ശേഷം പിന്നെ നമ്മൾ മൈദ വെള്ളത്തിൽ കലക്കി എടുത്തിട്ടുണ്ടല്ലോ അതിൽ മുക്കിയതിന് ശേഷമാണ് ഞാനിവിടെ ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഉണ്ടാക്കിയെടുക്കാം. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് എടുത്തിട്ട് പൊരിച്ചാൽ മതി. അപ്പോൾ ഞാനിവിടെ ബോളാക്കി വെച്ചിട്ടുള്ള ബാക്കി എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെമ്മീൻ ഡോണറ്റ് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ബ്രാൻ ഓയിലാണ് ഉപയോഗിക്കുന്നത്. സാധാരണയായിട്ട് അത് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് അതെടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓയിൽ ഉപയോഗിച്ചാലും മതി കേട്ടോ. അപ്പോൾ ചെമ്മീൻ ഡോണറ്റ് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഓയിൽ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ ഫ്രൈ ചെയ്യാൻ, എന്നാലും ഉള്ളിൽ വെന്ത് കിട്ടുമല്ലോ. ഇപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ മൊരിച്ചിലൊക്കെ നല്ല പാകമായിട്ടുണ്ട്. ഇനി നമുക്കത് ഓയിലിൽ നിന്ന് മാറ്റാം. ഈ ഒരു രീതിയിൽ നമുക്ക് ബാക്കിയുള്ള ഡോണറ്റും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഇത് കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ്. ഞാനിത് മുഴുവനും ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്കിത് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടെയ്നറിലാക്കിയിട്ട് മേലെ ബട്ടർ പേപ്പർ വെച്ചാൽ മതി, ഒട്ടിപ്പിടിക്കൊന്നുമില്ല. അപ്പം ഞാൻ ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇത് ഉള്ളിൽ നല്ല സോഫ്റ്റും പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടാണ് ഉള്ളത്. കാരണം നമ്മളത് മൈദ പൊടിയിലും പിന്നെ മൈദ കലക്കിയെടുത്തതിലും മുക്കിയിട്ടാണല്ലോ നമ്മൾ ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.